എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്ന് നമ്മളൊരു സൂപ്പർ വെജിറ്റേറിയൻ ഡിഷാണ് പ്രിപ്പയർ ചെയ്യാൻ പോണത്. ഒരു വെജിറ്റബിൾ ജാൽഫ്രൈസ്. ഈ പേരൊന്നും കേൾക്കുമ്പോ പേടിക്കണ്ട, വളരെ ഈസി ആയിട്ട് നമ്മുടെ കിച്ചണിലുള്ള സിമ്പിൾ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടുണ്ടാക്കാൻ പറ്റുന്ന, കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടാവുന്ന ഹോട്ടൽ സ്റ്റൈലിലുള്ള ഒരു ജാൽഫ്രൈസിയാണ്. അപ്പോൾ ഇതിന്റെ പ്രത്യേകതകൾ പറഞ്ഞു കഴിഞ്ഞാല്, നമുക്ക് നമ്മുടെ ഫ്രിഡ്ജിലുള്ള ലെഫ്റ്റ് ഓവർ വെജിറ്റബിൾസ് എന്തൊക്കെ ഉണ്ട് അതൊക്കെ വെച്ചിട്ടുണ്ടാക്കാൻ പറ്റും. ഇന്ന വെജിറ്റബിൾസ് എന്നൊന്നുമില്ല കേട്ടോ. ഇപ്പൊ ക്യാരറ്റോ അല്ലെങ്കിൽ പൊട്ടറ്റോ, പിന്നെ എന്താ കോളിഫ്ലവർ അല്ലെങ്കിൽ ഗ്രീൻ പീസ്, ബീൻസ്, ഇങ്ങനത്തെ അല്ലെങ്കിൽ കോൺ, അതൊക്കെ എന്ത് വേണമെങ്കിൽ വെച്ചിട്ടുണ്ടാക്കാം. ഏത് വെജിറ്റബിൾ വേണമെങ്കിൽ വെച്ചിട്ട് നമുക്ക് ഉണ്ടാക്കാം കേട്ടോ. അതാണ് ഇതിന്റെ ഒരു പ്രത്യേകത. വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു പ്രിപ്പറേഷൻ ആണ്. ഹെൽത്തി ആയിട്ടുള്ള, അത് നമ്മുടെ ഓയിൽ ഒഴിക്കുന്നതനുസരിച്ച് വ്യത്യാസം. അതായത് നമുക്ക് വേണമെങ്കിൽ ഇതില് ഒലിവ് ഓയിൽ വേണമെങ്കിൽ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിൽ വേണമെങ്കിൽ യൂസ് ചെയ്യാം. അപ്പൊ നമ്മൾ ഇന്ന് ഒലിവ് ഓയിൽ വെച്ചിട്ടാണ് കേട്ടോ പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഏത് ഓയിൽ വേണമെങ്കിൽ വെച്ച് ടേസ്റ്റ് കൊണ്ട് മാറ്റമൊന്നും ഉണ്ടാവില്ല. അപ്പൊ വീഡിയോ ഫുള്ളായിട്ട് കാണാം. വീഡിയോ കണ്ട് ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ഓടിപ്പോയി സബ്സ്ക്രൈബും ചെയ്യാം. ഈ ഒരു ഡിഷ് ഉണ്ടല്ലോ, ഈ ഡിഷ് നമുക്ക് ചോറിനും ചപ്പാത്തിക്കും നാനിനും ബ്രെഡിനും എല്ലാത്തിനും സൂപ്പർ ആയിട്ട് സ്യൂട്ട് ചെയ്യും. ഓക്കെ, ഞാനിപ്പോ നേരത്തെ പറഞ്ഞു ഒലിവ് ഓയിലാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾക്ക് ആവശ്യമുള്ള ഓയിൽ ഏതാന്ന് വെച്ചാൽ, ഇഷ്ടമുള്ള ഓയിൽ ഏതാന്ന് വെച്ചാൽ എടുക്കാം കേട്ടോ. പിന്നെ നമ്മൾ നല്ല ജീരകം 1 ടീസ്പൂൺ, ഇഞ്ചിയും വെളുത്തുള്ളിയും അരിഞ്ഞത് ഓരോ ടേബിൾ സ്പൂൺ വീതം നല്ല ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഒരു 4-5 പച്ചമുളക് സ്ലിറ്റ് ചെയ്തിട്ടിട്ടുണ്ട്. 2 സവാള നൈസായിട്ട് നമ്മൾ അരിഞ്ഞിട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ 2 ടൊമാറ്റോ, അതും ചെറുതായിട്ട് അരിഞ്ഞിട്ടിട്ടുണ്ട്. പിന്നെ നമുക്കിത് വേണമെങ്കിൽ പുരിയാക്കി എടുക്കണമെങ്കിൽ അങ്ങനെ എടുക്കാം കേട്ടോ. ഞാൻ ചെറുതായിട്ട് ചോപ്പ് ചെയ്തിട്ടേക്കാണ്. ഇത് ഒരു 3 ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പാണ്. പിന്നെ കോളിഫ്ലവർ എന്റെ കയ്യിലുള്ള കാരണം ഞാൻ കോളിഫ്ലവർ എടുത്ത് കഴുകി വൃത്തിയാക്കിയിട്ട് കുറച്ചു നേരം ചൂടുവെള്ളം ഉപ്പും കൂടി ഇട്ട് വെച്ചിട്ട് അങ്ങനെ ഞാൻ എടുത്തു വെച്ചതാണ്. നമ്മൾ വേറെ കുറച്ച് വെജിറ്റബിൾസ് എടുത്തിരിക്കുന്നത് ക്യാരറ്റ്, പൊട്ടറ്റോ, ഒരു കാപ്സിക്കം. അപ്പൊ ക്യാരറ്റ് ഒക്കെ ഒരു 2 മീഡിയം സൈസ് ക്യാരറ്റ് ആണ് എടുത്തിരിക്കുന്നത്. പൊട്ടറ്റോ ഒരു വലിയ പൊട്ടറ്റും ഒരു കാപ്സിക്കം ആണ് എടുത്തിരിക്കുന്നത്. ഏകദേശം അളവ് നോക്കുമ്പോൾ ഒരു 5 കപ്പ് അങ്ങനെയൊക്കെ വരും. ഇതൊരു ബാറ്റൻ കട്ടില്ലേ ആ ഒരു രീതിയിലാണ്. അതായത് വല്ലാണ്ട് തിന്നാവണ്ട, ഒരു തിക്കായിട്ടുള്ള രീതിയിൽ നീളത്തില്. അതാണ് അങ്ങനെ നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്നതാണ് കേട്ടോ ഈ വെജിറ്റബിൾസ് ഒക്കെ. ഇനി നമുക്ക് ആവശ്യത്തിന് സോൾട്ട് വേണം. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി. പിന്നെ ആവശ്യത്തിന് വെള്ളമാണ്. ഒരു 3.5 കപ്പോളം വെള്ളം നമുക്ക് ആവശ്യമുണ്ട്. പിന്നെ മല്ലിയില ചെറുതായിട്ട് ചോപ്പ് ചെയ്തിട്ടിട്ടുണ്ട്. 1/2 ടീസ്പൂൺ കസൂരി മേത്തി. അത് സ്കിപ്പ് ആവാൻ പറ്റില്ല കേട്ടോ, അതാണ് അതിന്റെ ഒരു ഫ്ലേവറിനെ എൻഹാൻസ് ചെയ്യുന്നത്. അപ്പൊ നമ്മള് ഓയിൽ അത് നമ്മൾ ഒഴിച്ചു കൊടുക്കുക. ഒരു 3 ടേബിൾ സ്പൂൺ കേട്ടോ. അപ്പൊ എണ്ണ ചൂടായി തുടങ്ങിയിട്ടുണ്ട്. ഇതിലേക്ക് നമ്മള് നല്ല ജീരകം കേട്ടോ. അപ്പൊ ജീരകം ചെറുതായിട്ട് പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും മിക്സ് ചെയ്തത് ഇതാണ് അടുത്തിട്ട് കൊടുക്കണ്ടേ. ഒരു 30 സെക്കൻഡ് ഇഞ്ചി വെളുത്തുള്ളി കൂടി സോട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ പച്ചമുളക്, ഇനി നമ്മൾ സവാള 2 നൈസായിട്ട് അരിഞ്ഞു വെച്ചത് ഇട്ട് കൊടുക്കാം. സവാള ഒന്ന് ലൈറ്റ് ബ്രൗൺ കളറിലേക്ക് വരണം കേട്ടോ. അപ്പൊ ഒരു ലൈറ്റ് ബ്രൗൺ കളറായി തുടങ്ങിയിട്ട് കേട്ടോ. അപ്പൊ നമ്മൾ 2 ടൊമാറ്റോ ഇവിടെ നന്നായിട്ട് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് ആഡ് ചെയ്യാം.
ടൊമാറ്റോ നന്നായിട്ട് കുക്കാവണം. അപ്പൊ നല്ല പേസ്റ്റ് പോലെ ആവണം കേട്ടോ. അപ്പൊ ഒരു ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മൾ നന്നായിട്ട് വേവിച്ചെടുക്കാം കേട്ടോ, മൂടിയിട്ട്. അപ്പൊ നമ്മുടെ ടൊമാറ്റോ ഒരു 6 മിനിറ്റ് തീ കുറച്ച് വെച്ച് ഇങ്ങനെ വേവിച്ചിട്ടുണ്ട്. അപ്പൊ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ടൊമാറ്റോ കെച്ചപ്പ് 3 ടേബിൾ സ്പൂൺ എടുത്ത് വെച്ചത് ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് നന്നായിട്ട് സോട്ട് ചെയ്യണം കേട്ടോ. അപ്പൊ 1 മിനിറ്റോളം നമ്മളിങ്ങനെ സോട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ വെജിറ്റബിൾസ്, കോളിഫ്ലവർ, ക്യാരറ്റും, നമ്മുടെ പൊട്ടറ്റോ, പിന്നെ അതുമാതിരി ബെൽ പെപ്പർ, ക്യാപ്സിക്കം, ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് സോൾട്ട് ഇട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടി 1 ടീസ്പൂൺ, മുളക് പൊടി 1 ടീസ്പൂൺ നിറച്ചിടാം. മല്ലിപ്പൊടി 2 ടീസ്പൂൺ. പിന്നെ നമ്മൾ ഇട്ട് വെച്ചേണ്ടത് ഗരം മസാലപ്പൊടിയാണ്. ഗരം മസാലപ്പൊടി 2 ടീസ്പൂൺ ആണ്, അത് കൂടി ഇടാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം കേട്ടോ. അതായത് ഈ പൊടികളുടെ റോ സ്മെല്ല് പോണ വരെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് നമ്മള് 3.5 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാൻ പോവാ കേട്ടോ. ഇനി ഇതിൽ കിടന്ന് വേവണം. അപ്പൊ ഇതിന്റെ വേവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ ക്രഞ്ചിനെസ് പോവരുത്, അതായത് വെന്തുടയരുത്, ആ രീതിയിൽ വേണം. അപ്പൊ ഒരുപാട് അങ്ങോട്ട് വെള്ളം ഒഴിച്ചിട്ട് വേവിച്ച് കഴിഞ്ഞാൽ ആ വെള്ളം വെറ്റാൻ വേണ്ടി ഇരിക്കുമ്പോ അത് ഇങ്ങനെ ഉടഞ്ഞു പോകും. അപ്പൊ ഇതേപോലെ തക്കണം കേട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ വേവും വേണം, ആ ഒരു ക്രഞ്ചിനെസ് പോവാൻ പാടില്ല. അതൊക്കെയാണ് ഇതിന്റെ ഈ ഒരു ഡിഷിന്റെ പ്രത്യേകത. അപ്പൊ നമുക്കൊന്ന് മൂടി വെച്ചിട്ട് മീഡിയം ടു ഹൈ ഫ്ലെയിമിലാണ് വേവിക്കുന്നത്. അപ്പൊ വെജിറ്റബിൾസ് ഒക്കെ ഇട്ട് ഏകദേശം ഒരു 8-10 മിനിറ്റ് ആയിട്ട് കേട്ടോ. ഞാൻ ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്തായിരുന്നു. അപ്പൊ നമുക്ക് ആവശ്യമുള്ള ആ ഗ്രേവിയുടെ കൺസിസ്റ്റൻസി, അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു ക്രഞ്ചിനെസ് പോവരുത്, കുക്കാവും വേണം, ആ രീതിയിലാണ് കേട്ടോ ഇപ്പൊ അയക്കണത് കണ്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് മല്ലിയില അരിഞ്ഞു വെച്ചത് ഇട്ട് കൊടുക്കാം. ഒരു 2 മിനിറ്റ് മല്ലിയിലും കൂടി ഒന്ന് കുക്കാവണം കേട്ടോ. ഇപ്പൊ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ കസൂരി മേത്തി എടുത്തു വെച്ചത് ഒരു 1/2 ടീസ്പൂൺ ആണ്. ഇതൊന്ന് നമുക്ക് കൈ കൊണ്ട് ഒന്ന് തിരുമ്പി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നേരത്തെ ഒരു കാര്യം പറയാൻ മറന്നത്, ഇതൊരു വെഗൻ റെസിപ്പിയാണ്, ഗ്ലൂട്ടൻ ഫ്രീ റെസിപ്പിയാണ് കേട്ടോ.